ജ്ഞാനപ്പഴത്തിന്റെ കഥ. ഒരിക്കൽ നാരദ മഹർഷി കൈലാസത്തിൽ ഒരു വിശിഷ്ടമായ പഴവുമായി എത്തി. അത് വെറുമൊരു പഴമായിരുന്നില്ല, ജ്ഞാനപ്പഴമായിരുന്നു. അത് കഴിക്കുന്നവർക്ക് ലോകത്തിലെ മുഴുവൻ അറിവും ലഭിക്കും. ഈ പഴം തന്റെ മക്കളായ ഗണപതിക്കും സുബ്രഹ്മണ്യനും നൽകാൻ ശിവൻ ആഗ്രഹിച്ചു. എന്നാൽ പഴം മുറിച്ചു നൽകാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. ശിവന്റെ പരീക്ഷണം ആർക്ക് പഴം നൽകണം എന്ന് തീരുമാനിക്കാൻ ശിവൻ ഒരു മത്സരം വച്ചു. നിങ്ങളിൽ ആരാണോ ഈ ലോകം 3 പ്രാവശ്യം ആദ്യം വലം വെച്ചു വരുന്നത്, അവർക്ക് ഈ ജ്ഞാനപ്പഴം നൽകും. സുബ്രഹ്മണ്യൻ ഉടനെ തന്നെ തന്റെ വാഹനമായ മയിലിന്റെ പുറത്തേറി ലോകം ചുറ്റാൻ പറന്നു. ഗണപതി തന്റെ വാഹനമായ എലിക്ക് വേഗത കുറവായതുകൊണ്ട് ഗണപതി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ശാന്തനായി തന്റെ മാതാപിതാക്കളായ ശിവന്റെയും പാർവതിയുടെയും അരികിലെത്തി. ബുദ്ധിപരമായ നീക്കം. ഗണപതി ശിവനെയും പാർവതിയെയും ഭക്തിപൂർവം 3 വട്ടം വലം വെച്ചു. ശിവൻ ചോദിച്ചു, "നീ എന്താണ് ലോകം ചുറ്റാതെ ഞങ്ങളെ വലം വെക്കുന്നത്?" ഗണപതി മറുപടി നൽകി, "എന്റെ ലോകം എന്റെ മാതാപിതാക്കളാണ്. നിങ്ങളെ വലം വെക്കുന്നത് ലോകം മുഴുവൻ വലം വെക്കുന്നതിന് തുല്യമാണ്." ഗണപതിയുടെ ഈ സ്നേഹത്തിലും ബുദ്ധിയിലും പ്രീതനായ ശിവനും പാർവതിയും ആ ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി. മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് ഏറ്റവും വലിയ അറിവെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു.